പ്രിയപ്പെട്ട കുട്ടികളെ, കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് റേറ്റ് ഓഫ് റിയാക്ഷനും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നുള്ളതാണ്. അതിൽ 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ആ കാര്യം ഒന്നുകൂടി നമുക്ക് പറയാം. നമ്മൾ പഠിച്ചത് സീറോ ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആയിരുന്നു. അതൊന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സീറോ ഓർഡർ റിയാക്ഷന് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടുക K = R0 - R / T. എന്തായിരുന്നു ഗ്രാഫ്? കോൺസെൻട്രേഷൻ ഓഫ് R അഗെയിൻസ്റ്റ് ടൈം ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് -K ആയിരിക്കും സീറോ ഓർഡറിന്. എക്സാമ്പിൾ ഓർമ്മ ഉണ്ടോ? അമോണിയയുടെ ഡീകമ്പോസിഷൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം കാറ്റലിസ്റ്റ്. അതേപോലെ HI ഡീകമ്പോസ് ചെയ്തിട്ട് H2+I2 ഇൻ പ്രസൻസ് ഓഫ് ഗോൾഡ് കാറ്റലിസ്റ്റ്. ഒന്നുകൂടി പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ? ഹൈഡ്രജനും ക്ലോറിനും റിയാക്ട് ചെയ്തിട്ട് HCl ഉണ്ടാവും ലൈറ്റിൻ്റെ പ്രസൻസിൽ. ഈ റിയാക്ഷനൊക്കെ സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളാണ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ എന്താ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ? K = 2.303/T log R0/R. ഇതാണ് ദെൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇനി എന്തായിരുന്നു ഗ്രാഫ്? എന്താ കിട്ടുക നോക്കൂ. ദെൻ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്തായിരുന്നു ഗ്രാഫ്? ലോഗ് R അഗെയിൻസ്റ്റ് ടൈം ഗ്രാഫ് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, സ്ലോപ്പ് -K / 2.303. അതേസമയം LN R അഗെയിൻസ്റ്റ് ടൈമാണ് ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ സ്ലോപ്പ് -K എന്നാണ് കിട്ടുക. ഓർത്ത് വെക്കണേതൊക്കെ. ലോഗ് R0/R അഗെയിൻസ്റ്റ് ടൈമാണ് ഗ്രാഫ് എങ്കിൽ സ്ലോപ്പ് K / 2.303. അപ്പോൾ 3 ഗ്രാഫുകൾ. ഇനി അതിന് എക്സാമ്പിൾ ഏതായിരുന്നു? ഓർമ്മ ഉണ്ടോ? എല്ലാ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ റിയാക്ഷനും അത് ആർട്ടിഫിഷ്യലായാലും നേച്ചറലായാലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ് ഫോളോ ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ എന്താണ്? എല്ലാ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ റിയാക്ഷൻ്റെയും ഓർഡർ എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ദെൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ വേണമെങ്കിൽ, ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഓഫ് ദി ടൈപ്പ് 2A ഗിവിംഗ് പ്രോഡക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 2R ഗിവിംഗ് പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ എഴുതാൻ വേണമെങ്കിൽ, 2A ഗിവിംഗ് പ്രോഡക്റ്റ് എന്നുള്ള റിയാക്ഷൻ ആണെങ്കിൽ അതിന് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഫോം എങ്ങനെ ആയിരിക്കും? KT = 1 കോൺസെൻട്രേഷൻ ഓഫ് A - 1 കോൺസെൻട്രേഷൻ A0. ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഇത് കോൺസെൻട്രേഷൻ അറ്റ് ടൈം ടിയും. ഇതാണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫ് കിട്ടുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ഇനി അടുത്ത് നമ്മൾ ഹാഫ് ലൈഫ് പീരിയഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതിലേക്കൊന്ന് വരാം. ഇനി ഹാഫ് ലൈഫ് പീരിയഡ് എന്നുള്ള നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഹാഫ് ലൈഫ് പീരിയഡ് എന്ന് പറഞ്ഞാൽ? എന്താ? ദ ടൈം ടേക്കൺ ഫോർ 50% കംപ്ലീഷൻ ഓഫ് ദി റിയാക്ഷൻ. 50% റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്യാനുള്ള സമയത്താണ് നമ്മൾ ഹാഫ് ലൈഫ് പീരിയഡ് എന്ന് പറഞ്ഞിരുന്നത്. സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഹാഫ് ലൈഫ് പീരിയഡ് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു ദെൻ T = R0/2K. എന്നിട്ട് എന്താ പറഞ്ഞിരുന്നത്? ദെൻ ഹാഫ് ലൈഫ് പീരിയഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. സീറോ ഓർഡർ. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ T = 0.693/K. നമ്മൾ പറഞ്ഞിരുന്നു ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു nth ഓർഡർ റിയാക്ഷന് ജനറലായിട്ട് നമ്മൾ പഠിക്കുകയാണ് T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R0⁻n-1 ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡറിന് എന്താ ഉണ്ടാവുക? ദെൻ ഈ n-ന് പകരം 2 കൊടുത്തു നോക്ക്. സെക്കൻഡ് ഓർഡർ റിയാക്ഷന് ഹാഫ് ലൈഫ് ദെൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് ചില ഗ്രാഫുകൾ ഒബ്ജക്റ്റീവിലൊക്കെ ചോദിക്കാറുണ്ട്. T അഗെയിൻസ്റ്റ് R0 ഗ്രാഫ് വരച്ചാൽ സീറോ ഓർഡറിന് സ്ട്രൈറ്റ് ലൈൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേസമയം ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ് ഗ്രാഫ് കിട്ടുന്നത്. ദെൻ ഒരു സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അതേസമയം സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ എടുത്തത് 1/R0 ആണ്. അപ്പോൾ T ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അല്ലെങ്കിൽ ഇതാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ഇതാണ് ഹാഫ് ലൈഫ് പീരിയഡിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. ഇവിടെ നോക്കൂ, നമ്മൾ 100 ഗ്രാമുള്ള സബ്സ്റ്റൻസ് ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ 50 ഗ്രാം ആയിട്ട് മാറും. ഇത് ഒരു ഹാഫ് ലൈഫ് കൂടി കഴിയുമ്പോൾ ദെൻ 25 ഗ്രാം ആയിട്ട് മാറും. ഒരു ഹാഫ് ലൈഫ് കൂടി കഴിയുമ്പോൾ 12.5 ഗ്രാം ആയിട്ട് മാറും. ഓക്കെ, ദെൻ 100 ഗ്രാം, 50 ഗ്രാം, 25 ഗ്രാം. നമുക്കറിയാം
ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതുകൊണ്ട് 100 ഉള്ളത് 50 ആയിട്ട് മാറാൻ എടുക്കുന്ന അതേ സമയം തന്നെയാണ് അത് 25 ആയിട്ട് മാറാൻ, അത് അതേ ടൈം തന്നെ ആയിരിക്കും 12.5 ആവാൻ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പറയാം, ഇത്രയും എടുത്തു കഴിഞ്ഞാൽ 100 ഉള്ളത് 25 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ 75% റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ T75% എന്ന് പറഞ്ഞാൽ ദെൻ 2T ഹാഫ് ആണ്. T75%. ഇത് മനസ്സിലാക്കണേ, ഒബ്ജക്റ്റീവിലൊക്കെ ആവശ്യം വരും. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് പറഞ്ഞത്? ദെൻ 2 ഹാഫ് ലൈഫ് കഴിയുമ്പോൾ ഇതേപോലെ 25 ഗ്രാമായി മാറുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് T75% ആണ് റിയാക്ട് ചെയ്തത്, ടൈം 75% റിയാക്ട് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2T ഹാഫ്. അങ്ങനെയാണെങ്കിൽ 12.5 ഗ്രാം ബാക്കി എന്ന് പറഞ്ഞാൽ അത്രയും ബാക്കി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? T87.5% റിയാക്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 3T ഹാഫ് ആയിരിക്കും. 3T ഹാഫ് ഓർത്ത് വെക്കേണ്ട ചില പോയിന്റ്സ് ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി അത് കഴിഞ്ഞാൽ ഒരു ഹാഫ് ലൈഫ് കൂടി കഴിഞ്ഞാൽ T ഹാഫ് കഴിഞ്ഞാൽ 6.25 ഗ്രാം ആണ് ബാക്കി ഉണ്ടാവുക. അപ്പം എത്ര ഉണ്ടാവുക? T93.75% ഈക്വൽ ടു 4T ഹാഫ് ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? T93.75% ഈക്വൽ ടു 4T ഹാഫ്. ഇവിടെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സെൻറ്റൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ദെൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഹാഫ് ലൈഫ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതേപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഹാഫ് ലൈഫ് പീരീഡ് മാത്രമല്ല, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ റിയാക്ട് ചെയ്യാനുള്ള ടൈം ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ, അതിപ്പോൾ 1/4 ആവാം, 2/4 ആവാം, എത്ര ആയാലും, അല്ലെങ്കിൽ 1/16 ഫ്രാക്ഷൻ, എന്ത് ഫ്രാക്ഷനാണ് ഫസ്റ്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് റിയാക്ട് ചെയ്യാൻ എടുക്കുന്നതെങ്കിലും അത് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യൂല എന്നാണ് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കാണാം. അതുകൊണ്ടാണ് 75% ഇത് ഹാഫ് ലൈഫിന് 2T ഹാഫ് ആണ്. ദെൻ ഹാഫ് ലൈഫ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ T75% ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇത് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ നമുക്കിനി പ്രൂവ് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. T90% എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് 3.3T ഹാഫ് ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യാം, ചില പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യും. T99% എന്ന് പറഞ്ഞാൽ 6.6T ഹാഫ് ആയിരിക്കും. ഓർത്ത് വെച്ചോണേ. അപ്പോൾ T99.9% എന്ന് പറഞ്ഞാൽ 9.9 ഓർ അപ്രോക്സിമേറ്റ്ലി 10T ഹാഫ് ആയിരിക്കും. ഓർത്ത് വെക്കേണ്ട ചില പോയിന്റുകളാണ്. T90% എന്ന് പറഞ്ഞാൽ 3.3T ഹാഫ്, T99% എന്ന് പറഞ്ഞാൽ 6.6T ഹാഫ്, T99.9% എന്ന് പറഞ്ഞാൽ 10T ഹാഫ്. ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ഇവിടെ നോക്കും, എല്ലാ റിയാക്ഷനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ എത്രയാണ് ബാക്കി ഉണ്ടാവുക? R0/2 അല്ലേ ഉണ്ടാവുക, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബൈ 2. ഒരു ഹാഫ് ലൈഫ് കൂടി കഴിഞ്ഞാലോ എഗെയിൻ ഡിവൈഡഡ് ബൈ 2 വേണ്ടി വരും. ഒരു ഹാഫ് ലൈഫ് കൂടി കഴിഞ്ഞാലോ എഗെയിൻ ഡിവൈഡ് ബൈ 2. അപ്പം n ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ എത്ര ബാക്കി ഉണ്ടാവുക? 2n. എന്താ ഈ സാധനം? എന്താണ്? എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ n ഹാഫ് ലൈഫ്. Then amount left after n half life equal to R0 divided by 2n. ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഇൻ ദി ഫോളോയിങ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. റിയാക്ഷൻ വാസ് 1.24 into 10⁻⁻² mole per liter at 318 Kelvin. The concentration of N2O5 after 60 minutes then was 0.20 into 10⁻² mole per liter. Calculate rate constant of the reaction. തന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നുള്ളത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നു, പിന്നെ കോൺസെൻട്രേഷൻ അറ്റ് 60 മിനിറ്റിന് ശേഷമുള്ളതും തന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ദെൻ K ഈക്വൽ ടു എന്താ ഇക്വേഷൻ? എന്താ? 2.303/T log R0/R എന്നല്ല ഇക്വേഷന്. നോക്കണേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 2.303 then ടൈം 60 മിനിറ്റ് ആണ് തന്നത്. നമുക്ക് മിനിറ്റ് ഇൻവേഴ്സിൽ കിട്ടുന്നേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഇനി ലോഗ് എന്തായിരുന്നു? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നത് 1.24 into 10⁻² എന്നാണ്, ഡിവൈഡഡ് ബൈ
കോൺസെൻട്രേഷൻ അറ്റ് ടൈം ടി തന്നത് 0.2 ഇൻറ്റു 10⁻² എന്നാണ്, 10⁻². നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 2.303/60. ഇത് ലോഗ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണേ. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 6.2 എന്നാണ് കിട്ടുക, ലോഗ് 6.2. ഇനി ഇതിൻ്റെ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടുക 0.0304 മിനിറ്റ് ഇൻവേഴ്സ് എന്നാണ് കിട്ടുന്നത്. ആൻസർ എങ്ങനെയാണ് കിട്ടുക? മിനിറ്റ് ഇൻവേഴ്സ്. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ശ്രദ്ധിക്കണേ, ചെയ്ത് പഠിക്കണേ ഇത്. ഓക്കെ, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് റേറ്റ് കോൺസ്റ്റന്റ് 1.15 ഇൻറ്റു 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ്. ഹൗ ലോങ് 5 gram ഓഫ് ദിസ് റിയാക്ടൻ ടേക്ക് ടു റെഡ്യൂസ് ടു 3 gram എന്നാണ്. 5 gram ടേക്ക് ടു റെഡ്യൂസ് ടു 3 gram എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ എന്താ പറയുന്നത്? ഹൗ ലോങ് ടൈമാണ് ചോദിച്ചത്. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? K = 2.303/t log R0/R എന്നാണ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് വേണ്ടത് T = ടൈമാണ് 2.303/K log R0/R എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303/K. കെയുടെ വാല്യൂ എത്ര തന്നത്? 1.15 ഇൻറ്റു 10⁻1.15 ഇൻറ്റു 10⁻³ ലോഗ്. ഇനിയാണ് ഇവിടെ ഉള്ളൊരു പ്രശ്നം. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നത് മോൾ പെർ ലിറ്ററിലായിരുന്നു. ഫൈനൽ കോൺസെൻട്രേഷൻ അറ്റ് 60 മിനിറ്റിൽ അവർ തന്നത് മോൾ പെർ ലിറ്ററിലായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം ഇവിടെ 5 gram 3 gram ആയിട്ട് മാറാൻ എടുക്കുന്ന ടൈമാണ്. അപ്പോൾ 5 gram ആണ് തന്നത്, വെയിറ്റ് ആണ് തന്നത്. അതിനെ മോളാർ കോൺസെൻട്രേഷനിലേക്ക് മാറ്റണ്ടേ? മോളിലേക്ക് മാറ്റണ്ടേന്ന്. എങ്ങനെ മാറ്റുക? നമ്മൾ മോളാർ കോൺസെൻട്രേഷനിൽ മാറ്റണമെങ്കിൽ വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ചെയ്യണമല്ലോ. അപ്പോൾ എന്താ അവിടെ ചെയ്യുക? മോളിക്കുലാർ മാസ് എത്രയെന്ന് അറിയോ? വേണ്ട. എന്താ കാര്യം? എന്താ ഇവിടെയും നമുക്ക് എന്താണ് ഡിവൈഡ് ബൈ മോളാർ മാസ് വേണം, ഇവിടെയും ഡിവൈഡ് ബൈ മോളാർ മാസ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളഞ്ഞൂടെ? നമുക്ക് ഫസ്റ്റ് ഓർഡറിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ നമുക്ക് ആ വെയിറ്റ് തന്നെ എടുത്താൽ മതി. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 5 gram ആണ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് എപ്പോഴാണ് 3 gram ആയിട്ട് മാറുക എന്ന്. അതേസമയം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോ ദെൻ 3 gram റിയാക്ട് ചെയ്യാനുള്ള സമയമാണ് നമ്മളോട് ചോദിച്ചതെങ്കിലോ ഫൈനൽ എന്താ എടുക്കേണ്ടത്? 2 ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹൗ ലോങ് 5 gram ഓഫ് ദിസ് റിയാക്ടൻ ടേക്ക് ടു റെഡ്യൂസ് ടു 3 gram എന്നാണ്. അപ്പോൾ ഫൈനൽ എത്ര ഇവിടെ ബാക്കിയുള്ളത്? 3 gram ആണ് ബാക്കിയുള്ളത്. 5/3 ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഇങ്ങനെ 2.303/1.15 ഇൻറ്റു 10⁻³ ലോഗ്. ഇത് ചെയ്താൽ 1.666 എന്ന് കിട്ടും. എന്നിട്ട് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 444 സെക്കൻഡ് എന്നാണ് ആൻസർ കിട്ടുക. ചെയ്ത് പഠിക്കണേ, ദെൻ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കണേ. 444 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് റേറ്റ് കോൺസ്റ്റന്റ് K തന്നിട്ടുണ്ട് 5.5 ഇൻറ്റു 10⁻14. ഫൈൻഡ് ദ ഹാഫ് ലൈഫ് ഓഫ് റിയാക്ഷൻ. എളുപ്പമുള്ള റിയാക്ഷനാണ്. ഹാഫ് ലൈഫ് കാണാൻ എന്താ? T = 0.693/K or 0.693 ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞത്? 5.5 ഇൻറ്റു 10⁻14. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 1.26 ഇൻറ്റു 10⁻13 എന്ന് കിട്ടും. 13 എന്തായിരിക്കും? യൂണിറ്റ് എന്തായിരിക്കും? ഇതിന് സെക്കൻഡ് ഇൻവേഴ്സ് ആണ് തന്നത്, അപ്പോൾ ഇതിന് സെക്കൻഡ് ആണ് കിട്ടുക. 1.26 ഇൻറ്റു 10⁻13. എളുപ്പമല്ലേ ക്വസ്റ്റ്യന്? അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ഇൻ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് 99.9% ഈസ് 10 times ഓഫ് ഹാഫ് ലൈഫ് ഓഫ് ദി റിയാക്ഷൻ. നേരത്തെ നമ്മൾ എഴുതിയതാണ്, അതൊന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ? നമ്മൾ 99.9% റിയാക്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ അത് 10 times ഹാഫ് ലൈഫ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. T 99.9% ഈക്വൽ ടു 10 times ഹാഫ് ലൈഫ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ T 99.9% ഈക്വൽ ടു എന്താ? ഇക്വേഷൻ എന്താ? 2.303/K ലോഗ് R0 ഡിവൈഡഡ് ബൈ എത്രയാണ്? R എത്ര ഉണ്ടാവുക നോക്കൂ. R ഈക്വൽ ടു R0 മൈനസ് 99.9% R0 അല്ലേ? ഇവിടെ റിയാക്ട് ചെയ്ത് ഇത്രയും റിയാക്ട് ചെയ്ത് പോവല്ലോ. അപ്പോൾ ഇതെത്ര ഉണ്ടാവുക? 0.1% R0 ആണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അത് 99.9% റിയാക്ട് ചെയ്താൽ ബാക്കിയുള്ളത് ഇത്ര ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം? 0.1
then 0.1 R0 divide by 100 കൊടുക്കുന്നത് ഇതല്ലേ ബാക്കിയുള്ളത് 0.1 divide by 100 into R0. അപ്പോൾ R0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ കിട്ടുക 2.303 by K log 100 by 0.1 ഉണ്ടാവും 100 by 0.1 2.303 by K log 1000 ആണ് log 1000 എന്ന് പറഞ്ഞാൽ 3 ആണ് നിങ്ങൾക്കറിയാം 2.303 by K then into 3 എന്നാണ് കിട്ടുക into 3 ശ്രദ്ധിക്കണേ അത് ഇനി അടുത്തത് നമ്മൾ ഇത് ഇക്വേഷൻ എത്ര കൊടുക്കാം നമുക്ക് 1 കൊടുക്കാം T 99.9%. ഇനി നമുക്ക് വേണമെങ്കിൽ ഹാഫ് ലൈഫിനുള്ള ഇക്വേഷൻ എന്താ T ഓഫ് ഈക്വൽ ടു 0.693 by K എന്നല്ലേ കിട്ടുക ഇത് സെക്കൻഡ് ഇക്വേഷൻ ഇനി ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്ക് T 99.9% ഡിവൈഡഡ് ബൈ T ഓഫ് ഈക്വൽ ടു നിങ്ങൾ പറ എന്തൊക്കെയുള്ളത് 2.303 into 3 divided by K divided by 0.693 by K ഈ കെയും കെയും കട്ട് ചെയ്ത് പോയി ഇനി എന്താ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ 2.3 എങ്ങനെ ഈ 0.693 കിട്ടിയത് 2.303 into 0.3010 ചെയ്തപ്പോഴായിരുന്നു ഓർമ്മ ഉണ്ടോ നമ്മൾ ആ ഡെറിവേഷനിൽ പഠിച്ചതാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2.303 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 0.30 ഉണ്ടാവും 3 ഡിവൈഡഡ് ബൈ 0.3 അല്ലെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 3 നമുക്ക് കിട്ടും ആൻസർ 10 കിട്ടും ദെൻ അറൗണ്ട് അപ്പോൾ നമുക്ക് എഴുതാം T 99.9% ഈക്വൽ ടു 10 T ഓഫ് പ്രൂവ് ചെയ്യാൻ പറ്റിയല്ലോ ഓക്കെ ചെയ്ത് പഠിച്ചേക്കുക ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് NCERT ടെക്സ്റ്റിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ time required to decompose SOCl2 to half of its initial amount is 60 minutes. If the decomposition is a first order reaction, calculate rate constant of the reaction. 60 minutes ആണ് ഹാഫ് ലൈഫ് തന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഇവിടെ നോക്കൂ K ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചത് 0.693 by T ഓഫ് ഈക്വൽ ടു 0.693 by K ഫസ്റ്റ് ഓർഡറിന് അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.693 ഡിവൈഡഡ് ബൈ 60 ദെൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുക 0.01155 മിനിറ്റ് ഇൻവേഴ്സ് എന്ന് കിട്ടും മിനിറ്റ് ഇൻവേഴ്സ് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് കാർബൺ 14 ഈസ് 5730 years എന്ന് കൊടുത്തിട്ടുണ്ട് then an archaeological artifact containing wood had only 80% of the carbon 14 then found in a living tree estimate the age of the sample ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ് ആകെ കൂടി നമുക്ക് ഓർമ്മ വേണ്ടത് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ്റെ ഓർഡർ ഫസ്റ്റ് ഓർഡർ ആണെന്നുള്ളത് ഇനി കാർബണേഷ്യസ് മെറ്റീരിയൽസിൻ്റെ ഏജ് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് കാർബൺ ഡേറ്റിംഗ് കാർബൺ 14 ഡേറ്റിംഗ് ഓക്കെ ഇതെങ്ങനെ നടക്കുന്നത് ഈ കാർബണിൻ്റെ വ്യത്യസ്ത ഐസോട്ടോപ്പുകളുണ്ട് കാർബൺ 12 ഉണ്ട് കാർബൺ 13 ഉണ്ട് കാർബൺ 14 ഉണ്ട് ഇത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഇത് അറ്റ്മോസ്ഫിയറിൽ നൈട്രജനും കോസ്മിക് റേസും കൂടി ഒക്കെ ബൊമ്പാർഡ് ചെയ്തിട്ട് ഈ കാർബൺ 14 ഉണ്ടാവുന്നുണ്ട് ഇത് റേഡിയോ ആക്റ്റീവ് ആണ് ദെൻ ഇനി ഈ സാധനം അറ്റ്മോസ്ഫിയറിലുണ്ട് അപ്പോൾ ഇയാൾ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം ഓക്കെ അപ്പോൾ ഇത് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡൈ ഓക്സൈഡ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഉള്ളതുകൊണ്ട് ഓക്കെ അപ്പോൾ നമ്മളൊരു പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും അതിൻ്റെ ലൈഫ് ടൈമിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ ബോഡിയിൽ ഈ കാർബൺ 14 ഉണ്ട് പ്ലാന്റ്സിൻ്റെ ബോഡിയിലും ഉണ്ട് ഇനി ദെൻ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് മെല്ലെ മെല്ലെ ഡീകമ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇതിനൊക്കെ ഹാഫ് ലൈഫ് പീരിയഡ് 5730 years ആണ് തിയറി പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി ഇത് ഈ പ്ലാന്റ് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത് പിന്നെ ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നില്ല ഉള്ളത് എന്ത് ചെയ്യുന്നേ ഉള്ളൂ അത് മെല്ലെ 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 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ ഓക്കെ നമ്മളിവിടെ പഠിച്ച് എല്ലാ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ്റെയും ഓർഡർ ഏതാണ് ഫസ്റ്റ് ഓർഡർ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇവിടെ നോക്കൂ നമ്മളെ പ്ലാന്റിൽ ആ ആർക്കിയോളജിക്കൽ ആർട്ടിഫാക്റ്റ് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയ ആ ആർക്കിയോളജിക്കൽ സബ്സ്റ്റൻസിൽ എത്രയുള്ളത് 80% ഓഫ് ദി കാർബൺ 14 ഫൗണ്ട് ഇൻ എ ലിവിങ് ട്രീ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്
ആ ആർട്ടിഫാക്റ്റിൽ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളൊരു പ്ലാന്റ് വെട്ടിയപ്പോൾ അതിൽ 100% കാർബൺ 14 ഉണ്ട്. പക്ഷെ മറ്റിൽ എത്രയുള്ളത്? ഇതിനൊക്കെ 80% ഉള്ളൂ. അതിൻ്റെ അർത്ഥം 20% കാർബൺ 14 ഡീകമ്പോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുക? നമ്മൾ ഇക്വേഷൻ ഇതാണ്. നമ്മൾ ഇക്വേഷൻ എന്തായാലും ടി ഓഫ് ഈക്വൽ ടു 0.693/k എന്ന് പഠിച്ചില്ലേ നമ്മൾ? ഇവിടുന്ന് k ഈക്വൽ ടു 0.693 divided by T off, or that is equal to 0.693 divided by 5730 years. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 1.21 into 10⁻⁻⁴ ഇയർ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇയർ ഇൻവേഴ്സ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, 10⁻⁴. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷൻ ഉണ്ട് k ഈക്വൽ ടു 2.303/t log r0/r എന്നുള്ള ഇക്വേഷന് ഇവിടുന്ന് t ഈക്വൽ ടു 2.303/k log r0/r എന്ന് കൊടുക്കുക. ഇതിൽ 2.303/k എത്രയാണ്? k ഇവിടെ തന്നു 1.21 into 10⁻⁻⁴ log r0 divided by r എത്ര എടുക്കുക? 80% ആണ് ബാക്കിയുള്ളത്. അപ്പോൾ 80/100 into r0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ r0 കട്ട് ചെയ്യും. 100/80 or 10/8. ഇനി നിങ്ങൾ ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. ദെൻ ഓക്കെ 1845 ഇയേഴ്സ് എന്ന് കിട്ടും. ഇയേഴ്സ് 1845 ഇയേഴ്സ്. ചെയ്ത് മനസ്സിലായോ? ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഇതിൽ കാർബൺ 14 വെച്ചിട്ട് എങ്ങനെയാണ് പ്ലാന്റിൻ്റെ ഒക്കെ ലൈഫ് എത്ര ഇയർ ആയി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള നമ്മൾ ചെയ്തത്. നമ്മൾ കാർബൺ 14 ഞാൻ ആ മെക്കാനിസം പറഞ്ഞു. അറ്റ്മോസ്ഫിയറിൽ കാർബൺ 14 ഉണ്ട്, റേഡിയോ ആക്റ്റീവ് ആണ്. അത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ അതും ഉണ്ടാവും. ഒരു പ്ലാന്റ് ആണെങ്കിലും ആനിമൽ ആണെങ്കിലും അതിൻ്റെ ലൈഫ് ടൈമിൽ ഇതും കൂടിയും അകത്തേക്ക് വരുന്നുണ്ട്. അത് ഇതിനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ, ആ മരം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ അബ്സോർബ് ചെയ്യുന്നില്ല, ഡീകമ്പോസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഹാഫ് ലൈഫിൽ നിന്ന് നമ്മൾ k കണ്ടുപിടിച്ചു. അത് നിങ്ങളെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 60 second inverse. How much time will it take to reduce the initial concentration of the reactant to its 1/16th value? How much time will it take to reduce the initial concentration of the reactant to its 1/16th വാല്യൂ ആയിട്ട് മാറണം. ഓക്കെ, അപ്പോൾ അതാണ് ബാക്കി അവിടെ ഉള്ളത്. അപ്പോൾ എത്ര ടൈം എന്നല്ല, എന്താ അവിടെ തന്നത്? എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ t ഈക്വൽ ടു 2.303/k log r0 divided by r എന്നാണ് കിട്ടുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303/k. കെയുടെ വാല്യൂ എത്ര തന്നത്? 60. ഓക്കെ, ദെൻ ലോഗ് എത്രയാണ്? r0 തന്നെ എടുക്കാം. r0 ഇനി r എത്രയാണ്? 1/16 r0 1/16 r0 കട്ട് ചെയ്ത് പോകും. അപ്പം എന്താ കിട്ടുക? 2.303/60 log 16 എന്ന് കിട്ടും. log 16 നിങ്ങൾ ഇതിൻ്റെ കാൽക്കുലേറ്ററിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതിനുമുമ്പ് ഒരു കാര്യം കൂടിയും ഇവിടെ നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞത്, ഞാൻ നേരത്തെ ഈ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ദെൻ ഓക്കെ ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റിയാക്ട് ചെയ്യാനുള്ള ടൈം ദെൻ ഓക്കെ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യൂല എന്നുള്ളത്. ഇപ്പോൾ 1/16th ആയിട്ട് മാറാനുള്ള സമയം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? r0 കട്ട് ചെയ്ത് പോയില്ലേ? അത് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുക 4.6 into 10⁻⁻² സെക്കൻഡ് എന്ന് കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. A first order reaction take 40 minutes for 30% decomposition. Calculate T off. എങ്ങനെയാ പറഞ്ഞത്? 40 minutes for 30% decomposition. എന്നിട്ട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? കാൽക്കുലേറ്റ് T off ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ നോക്കൂ കേട്ടോ. അപ്പം നമ്മൾ T off കാണണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എളുപ്പമുണ്ട്. T off ഈക്വൽ ടു 0.693/k. k കിട്ടിയാൽ മതി. എങ്ങനെ k കിട്ടുക? നമുക്ക് തന്നത് എന്താ? ഇത് 30% റിയാക്ട് ചെയ്യാനുള്ളതാണ് 40 minutes. ദെൻ നമ്മളെ ഇക്വേഷന് k ഈക്വൽ ടു 2.303/t log r0 divided by r എന്നാണ് ഇക്വേഷൻ. ഇതിൽ
2.303 ബൈ ടി എത്രയാണ് 40 മിനിറ്റ്സ് ആണ്. ലോഗ് R0 ഡിവൈഡഡ് ബൈ R എത്ര ആയിരിക്കും 30% റിയാക്ട് ചെയ്യാന്നാണ്. 30% റിയാക്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കി എത്രയുള്ളത് 30%. ഇവിടെ നോക്ക് ആറിന്റെ വാല്യൂ എത്ര കൊടുക്കേണ്ടത് R is equal to R0 മൈനസ് 30% R0 ആണ്. അപ്പൊ എത്ര ഉണ്ടാവുക 70% R0 ബാക്കി ഉണ്ടാവില്ലേ? ശരിയല്ലേ? 30% റിയാക്ട് ചെയ്യാനുള്ള ടൈം 30% ആയിട്ട് മാറാനുള്ള സമയമല്ല നമ്മോട് ചോദിച്ചത്, 30% റിയാക്ട് ചെയ്യാനുള്ള ടൈം. അപ്പോൾ ബാക്കി 70% ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും 70/100 ഇൻറ്റു R0 എന്ന് കൊടുക്കും. R0 കട്ട് ചെയ്ത് പോയി, ബാക്കി എങ്ങനെ ഉണ്ടാവുക 2.303/40 ഇൻറ്റു ലോഗ് 10/7 ഉണ്ടാവും. 10/7. നിങ്ങൾ ഇനി കാൽക്കുലേറ്റർ വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ നോക്ക്, നിങ്ങൾക്ക് ആൻസർ കിട്ടും 8.92 ഇൻറ്റു 10⁻³ 10⁻³ മിനിറ്റ് ഇൻവേഴ്സ് എന്നാ കിട്ടുക. മിനിറ്റ് ഇൻവേഴ്സ് 8.92 ഇൻറ്റു 10⁻³ മിനിറ്റ് ഇൻവേഴ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷനിൽ 0.693 ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ 8.92 ഇൻറ്റു 10⁻³ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 77.7 മിനിറ്റ് എന്ന് കിട്ടും. 77.7 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, ചെയ്ത മെത്തേഡ് മനസ്സിലായോ? 30% ഡീകമ്പോസ് ചെയ്യാനുള്ളതെന്ന് 40 മിനിറ്റ്. ഓക്കെ, അതിൽ നിന്ന് ഹാഫ് ലൈഫ് കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്ത അതേപോലുള്ളൊരു ക്വസ്റ്റ്യൻ. 75% ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ 32 മിനിറ്റ്. കാൽക്കുലേറ്റ് ടി ഓഫ്. എങ്ങനെ 75% ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ 32 മിനിറ്റ്സ്. കാൽക്കുലേറ്റ് ടി ഓഫ് എന്നാണ് ക്വസ്റ്റ്യന്. നമ്മൾ നേരത്തെ 30% റിയാക്ട് ചെയ്യാൻ 40 മിനിറ്റ് ഹാഫ് ലൈഫ് കാണാൻ. അതേ മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കെ ഈക്വൽ ടു എങ്ങനെ കാണാം 2.303/T ലോഗ് R0/R അല്ലേ? ഇവിടുന്ന് 2.303/T എത്രയാണ് 32 ആണ്. ലോഗ് R0 ഡിവൈഡഡ് ബൈ 75% റിയാക്ട് ചെയ്താൽ ബാക്കി 25%. സോ 25/100 R0 കട്ട് ചെയ്ത് പോയി 2.303/32 ഇൻറ്റു ലോഗ് 4 എന്നാണ് കിട്ടുക. ലോഗ് 4 2.303/32 ലോഗ് 4 എന്ന് പറഞ്ഞാൽ 0.3010 എന്നാണ് ഉണ്ടാവുക. 0.3010. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 0.0433. ഇത്രയും മിനിറ്റ് ഇൻവേഴ്സ് എന്നാണ് കിട്ടുക. മിനിറ്റ് ഇൻവേഴ്സ്. ഇനി ഇത് നമ്മൾ കെയുടെ വാല്യൂ വെച്ചിട്ട് ടി ഓഫ് ഈക്വൽ ടു എന്താ ഇക്വേഷന് 0.693/K ഓർ 0.693/0.0433. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 മിനിറ്റ് എന്ന് കിട്ടും. 16 മിനിറ്റ്. ഇതാണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിനേഷൻ ഒരിക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുദ്ദേശിക്കുന്ന മെത്തേഡ് തന്നെയാണ്. കെ കണ്ടുപിടിക്കുക, ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ഇത് വരാറുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ട മെത്തേഡ് പെട്ടെന്ന് ചെയ്യാൻ നമ്മൾ നേരത്തെ ഇന്ന് ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ദെൻ 100% ഉള്ള ഒരാൾ 50 ആയിട്ട് മാറുന്നു. ഒരു ഹാഫ് ലൈഫാണ് ഫസ്റ്റ് ഓർഡറിന്. അതേ ടി ഓഫ് തന്നെയാണ് 25% ആയിട്ട് മാറാനെടുക്കുന്ന ടൈം 50 അതിൻ്റെ ഹാഫായിട്ട്. അപ്പോൾ ഇത് 75% റിയാക്ട് ചെയ്യുന്നു. 75% റിയാക്ട് ചെയ്യാനുള്ള 2 ടി ഓഫ് ആണ്. ഇതാണ് നമുക്ക് 32 മിനിറ്റ്സ് അവർ തന്നത്. ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ഈക്വൽ ടു 32/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മിനിറ്റ്. വളരെ സിമ്പിളാണ്. ചെയ്ത് മനസ്സിലായോ? 75% റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ടി ഓഫ്. ഇതാണ് ഇവിടുന്ന് ഓർക്കേണ്ടത്. പക്ഷെ ഇത് എല്ലാ ക്വസ്റ്റിനും അങ്ങനെ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ 75% അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ 30% അപ്ലൈ ചെയ്യാൻ പറ്റൂലല്ലോ. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ 87.5% നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ തന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ ഫസ്റ്റ് ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഷോ ദാറ്റ് time required for 99% of the completion is twice the time required for completion of 90% of the reaction. എങ്ങനെയാ പറഞ്ഞത്? T99% equal to 2 T90% 2 times.
ഇത് തെളിയിക്കാനാ പറയുന്നത്, പ്രൂവ് ചെയ്യാനാ പറയുന്നത്, ഷോ ദാറ്റ് എന്നാ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുക? ഫസ്റ്റ് ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ T99% ഈക്വൽ ടു 2.303/k log R0 ഡിവൈഡ് ബൈ R എത്ര ഉണ്ടാവുക? 99% റിയാക്ട് ചെയ്താൽ 1/100 ഇൻറ്റു R0 1% ബാക്കി. or that is equal to T99% equal to 2.303/k log 100 എന്ന് കിട്ടും. ഈ log 100 എത്രയാണ്? T99% equal to 2.303/k log 100 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഇക്വേഷൻ 1 കൊടുത്തു. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്താ? T90% എന്ന് പറഞ്ഞാൽ 2.303/k log R0 ബൈ then 10% ബാക്കി ഉണ്ടാവുക 10/100 ഇൻറ്റു R0. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2.303/k log R0 കട്ട് ചെയ്ത് log 10 ഉണ്ടാവും. log 10 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ T90% ഈക്വൽ ടു 2.303/k എന്നാണ്. ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? T99% ഡിവൈഡഡ് ബൈ T90% ഈക്വൽ ടു 2.303/k അതന്നെ ഉള്ളത്. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? 2 എന്നല്ലേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി. സോ T99% ഈക്വൽ ടു 2 ഇൻറ്റു T90%. ഓർത്ത് വെക്കണം, ഇതൊക്കെ ഫസ്റ്റ് ഓർഡറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതാണ് നമ്മോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിൻ്റെ ആൻസർ മാറിയിരുന്നു, ലാസ്റ്റ് ആൻസർ മാറിയിരുന്നു. അപ്പോൾ ആൻസർ ക്വസ്റ്റ്യൻ 1 ആയിരുന്നു. R giving P concentration 0.03 molar to 0.02 molar in 25 minutes ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ആൻസർ 4 ഇൻറ്റു 10⁻⁻⁴ എന്നായിരുന്നു വേണ്ടത്. 10⁻³ എന്നാണ് എഴുതിയെന്നാണ് തോന്നുന്നത്. 4 ഇൻറ്റു 10⁻⁻⁴ മോൾ ലിറ്റർ⁻⁻1 മിനിറ്റ്⁻⁻1. ഇതാണ് മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ്. ഇതാണ് ആൻസർ കിട്ടേണ്ടത്. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചോണം. ഫസ്റ്റ് വീഡിയോയിലുള്ളതാണ്, അത് ശരിയാക്കിയേക്കാം കേട്ടോ. ഓക്കെ.